ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്നത് ഓഡിറ്റിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അത് സെക്ഷൻ 63 ഓഡിറ്റ് എന്നും ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുമായിരുന്നു. അതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞു. ഇനി ഓഡിറ്റർ എന്തൊക്കെ ഫങ്ഷൻസാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതുപോലെ തന്നെ ഓഡിറ്റ് ഫീസ് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. ഇനി അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കുറച്ച് പോർഷനും കൂടെ വരുന്നുണ്ട്. അത് ക്വാളിഫിക്കേഷൻസ് ഓഫ് ആൻ ഓഡിറ്റർ. ഒരു ഓഡിറ്ററിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആയിരിക്കണം. അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആക്ട് 1949 അനുസരിച്ചുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആവാം. അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് അക്കൗണ്ട്സ്, അല്ലെങ്കിൽ ഇൻ കോപ്പറേഷൻ, അല്ലെങ്കിൽ അക്കൗണ്ടൻസി, ഇതിലേതെങ്കിലും ഒരു ഡിപ്ലോമ ഉള്ള ഒരു വ്യക്തിക്ക് ഓഡിറ്ററാകാം. ഇനി അതുകൂടാതെ അതുമല്ലെങ്കിൽ സെർവ്ഡ് ആസ് ആൻ ഓഡിറ്റർ ഇൻ ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിപ്പാർട്ട്മെൻറ്റ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്ററായിട്ട് സെർവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്കും എന്ത് ചെയ്യാം, ഇവിടെ ഓഡിറ്ററായിട്ട്, അതായത് അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റിങ്ങിന് അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 3 പേരാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്ലോമ ഉള്ള, അതായത് കോപ്പറേറ്റീവ് അക്കൗണ്ട്സിലോ കോപ്പറേഷനിലോ അക്കൗണ്ടൻസിലോ ഇതിലേതെങ്കിലും ഡിപ്ലോമ ഉള്ള ഒരു വ്യക്തിയെ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിപ്പാർട്ട്മെൻറ്റിലും ഓഡിറ്ററായിട്ട് സർവീസ് ചെയ്തിട്ടുള്ളവർക്കും ഒരു ഓഡിറ്ററായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് അവരുടെ റൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞിരുന്നതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്. അതായത് ആസ് പെർ സെക്ഷൻ 17, ആക്സസ് ടു ഓൾ ദി ബുക്സ്, അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ് ആൻഡ് സെക്യൂരിറ്റീസ് ഓഫ് ദി സൊസൈറ്റി. അതായത് ബുക്സ്, അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ്, സെക്യൂരിറ്റി, ഇതിലെവിടെ ഏത് ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിലും അവർക്ക് ആക്സസ് ചെയ്യാനായിട്ടുള്ള അനുമതിയുണ്ട്, ഓഡിറ്റർക്ക് അനുമതിയുണ്ട്. ഇനി ബാലൻസ് ഷീറ്റ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാലൻസ് ഷീറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ കാണിക്കുന്നത്, അതായത് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഓഡിറ്റർക്ക് ഉണ്ട്. ഇനി എവറി ഓഫീസർ ഓഫ് ദ സൊസൈറ്റി ഈസ് ബൗണ്ട് ടു ഗീവ് ഓൾ ഇൻഫർമേഷൻ. അതുകൂടാതെ ഓഡിറ്റർക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് ഏത് ഓഫീസറിൽ നിന്നോ, സൊസൈറ്റിയിലെ കൺസേൺഡ് സൊസൈറ്റിയിലെ ഏത് ഓഫീസേഴ്സിൽ നിന്നും കളക്ട് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ഓഡിറ്ററിൻ്റെ റൈറ്റ്സ്. ഒന്ന്, ആക്സസ് ടു ഓൾ ബുക്സ്. ഇതിൻ്റെ രണ്ടാമത്തേത് ബാലൻസ് ഷീറ്റ് വെരിഫൈ ചെയ്യാം. മൂന്നാമത്തേത് എവരി ഓഫീസർ, എല്ലാ ഓഫീസറിനെയും ഓഫീസറിൽ നിന്നും ഇൻഫർമേഷൻസ് ആവശ്യം വന്നാൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാവുന്നതാണ്. ഇനി അവരുടെ ഡ്യൂട്ടീസാണ് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസാണ് പറയുന്നത്. ഹി ഈസ് വെൽ വേഴ്സ്ഡ് വിത്ത് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ആൻഡ് ബൈലോസ് ഓഫ് ദ സൊസൈറ്റി. അതായത് 1912 ആക്ടിനെ കുറിച്ചും ബൈലോസിനെ കുറിച്ചും നന്നായിട്ട് അറിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം. കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് അതിൻ്റെ അകത്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം. അതായത് ആക്ടിന് എഗൻസ്റ്റ് ആയിട്ടുള്ളോ അല്ലെങ്കിൽ ബൈലോസ്, സൊസൈറ്റിയുടെ ബൈലോസിന് എഗൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആ കോപ്പറേറ്റീവ് സൊസൈറ്റി നടന്നിട്ടുണ്ടെങ്കിൽ, ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം. ഇഫ് ദർ ഈസ് എനി ടൈപ്പ് ഓഫ് ഇറഗുലാരിറ്റീസ് ആൻഡ് improprieties found by an auditor during his audit, he should immediately point out the same to the registrar. അതായത് ഓഡിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ്, അതായത് ആക്ടിനോ ബൈലോസിനോ എഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ എന്ത് ചെയ്യണം, രജിസ്ട്രാറിനെ ഇൻഫോം ചെയ്യണം. ദെൻ ascertain how many shares are held by each member of the society. ഓരോ മെമ്പർക്കും ഇത്ര ഷെയർസ് ഹെൽഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം എത്ര ഷെയർസാണ് ഓരോ മെമ്പേഴ്സും ഹെൽഡ് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നതിൽ കൂടുതൽ ഷെയർസ് ഹെൽഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം മെമ്പർഷിപ്പ് രജിസ്റ്ററുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. അത് ഒരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. ഇനി അവെയർ ഓഫ് പവർ ഓഫ് ഓഫീസേഴ്സ് റിഗാർഡിംഗ് ലോൺ, ഇൻവെസ്റ്റ്മെൻറ്റ്, ബോറോയിങ്സ്, അഡ്വാൻസിങ് ഓഫ് ദി ഫണ്ട്സ്. അതായത്
ഓരോ ഓഫീസറിൻ്റെയും പവേഴ്സ് എന്തൊക്കെയാണ്, അതായത് ലോണിൻ്റെ കാര്യത്തിൽ ഓരോ ഓഫീസേഴ്സിനും ഓരോ കാര്യങ്ങളിലാണ് പവർ കൊടുത്തിരിക്കുന്നത്, റെസ്പോൺസിബിലിറ്റി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലോണാണെങ്കിൽ ആ ലോൺ ഡീൽ ചെയ്യുന്ന ആൾ എങ്ങനെയാണ് അവിടെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെരിഫൈ. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, ബോറോയിങ്സ്, അങ്ങനെ ഓരോ ആക്ടിവിറ്റീസിനും ഓരോ ഓഫീസേഴ്സാണ് ഉള്ളത്. അപ്പം ആ ഓഫീസേഴ്സിനെ വേണം ആ കൺസേൺഡ് ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ അവരോട് ക്ലിയർ ചെയ്യാം, ഡൗട്ട്സ് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. ഇനി തറോലി ചെക്ക് ആൻഡ് വൗച്ച് ദ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് ബുക്ക്, അതായത് ചെക്ക് ചെയ്യുക, അതായത് ക്യാഷ് ബുക്കും ബാങ്ക് ബുക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്ത് നോക്കുക. ഇതെല്ലാം ഒരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസാണ്. ഒന്ന്, ആക്റ്റിനും ബൈലോസിനെയും കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരിക്കണം. ഇനി എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ രജിസ്ട്രാറിനെ അറിയിക്കണം. ഇനി അതുപോലെ തന്നെ മെമ്പർഷിപ്പ് രജിസ്റ്ററും അതുപോലെ തന്നെ എത്ര ഷെയർസാണ് ഓരോ മെമ്പറും ഹോൾഡ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ പവർ ഓഫ് ഓഫീസേഴ്സ്, ഓരോരുത്തരുടെയും പവേഴ്സ് എന്തൊക്കെയാണ്, ഓരോ ഓഫീസേഴ്സിനും എന്തൊക്കെ പവേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അത് വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ക്യാഷ് ബുക്കും ബാങ്ക് ബുക്കും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം. ഇനി അതുകൂടാതെ ഓൾ ദി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് പ്രാക്ടീസ്, അതായത് റെസിപ്റ്റ്സും പേയ്മെൻറ്റും സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ചാണോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, അത് വെരിഫൈ ചെയ്യുക. ഇനി എഗ്രിമെൻറ്റ്സ് ബിറ്റ്വീൻ സൊസൈറ്റിയും ബോറോവറും തമ്മിലുള്ള എഗ്രിമെൻറ്റ്സ് ഒന്ന് വെരിഫൈ ചെയ്യുക. ഇനി ആ എഗ്രിമെൻറ്റ്സ് വെരിഫൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടു ചെക്ക് ദ ഇൻട്രസ്റ്റ് ഡ്യൂ ഓൺ ലോൺ ആൻഡ് റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ, അതായത് ഇപ്പോൾ ലോൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ലോൺ പ്രൊവൈഡ് ചെയ്തപ്പോൾ എന്താണ് അവർ എഗ്രിമെൻറ്റ് ചെയ്തിരുന്നത്, ആ എഗ്രിമെൻറ്റ് എന്താണ് എന്നുള്ളത് ആദ്യമേ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണോ ലോൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യുന്നതും ആ ഒരു പ്രൊസീജിയർ അനുസരിച്ചാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കണം, ആക്ച്വൽ ഇൻട്രസ്റ്റ് കിട്ടിയതും അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് ഓഫ് ലോണും ഡ്യൂസ് കൂടാതെ തന്നെ അടയ്ക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. ഇനി ലോൺ given to the members of the societies according to agreement, regulation and resolution passed by the മാനേജിങ് കമ്മിറ്റി. ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മാനേജിങ് കമ്മിറ്റിയുടെ മുമ്പാകെ ഈ റെസൊല്യൂഷൻ, ആ ലോൺ പ്രൊവൈഡ് ചെയ്യാനുള്ള അനുവാദം നേടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇതും ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. അതായത് റെസിപ്റ്റ്സും പേയ്മെൻറ്റും, അതായത് സ്റ്റാൻഡേർഡ് പ്രൊസീജിയറുമായിട്ട് കമ്പയർ ചെയ്യാം. രണ്ടാമത്തേത് എഗ്രിമെൻറ്റ്സ് ബിറ്റ്വീൻ സൊസൈറ്റിയും ബോറോവറും, അതായത് ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ സൊസൈറ്റിയും ബോറോവറും തമ്മിൽ എന്ത് എഗ്രിമെൻറ്റിലാണ് ഏർപ്പെട്ടത്, എത്ര രൂപയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, എത്രയാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിരുന്നത്, അത്രയും തന്നെ ഇൻട്രസ്റ്റ് ഈടാക്കുന്നുണ്ടോ, അത് ഡ്യൂസ് ഇല്ലാതെ തന്നെ കളക്ട് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ലോൺ റീപേ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓഡിറ്റർ ഉറപ്പുവരുത്തിയിരിക്കണം. അതുകൂടാതെ ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പാകെ മാനേജിങ് കമ്മിറ്റിയുടെ മുമ്പാകെ റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷമാണോ ലോൺ പ്രൊവൈഡ് ചെയ്തത് എന്നുള്ള കാര്യവും ഉറപ്പുവരുത്തണം. ഇതും ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. ഇനി രജിസ്ട്രാറിൻ്റെ പെർമിഷൻ ഇല്ലാതെയാണോ ലോൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നത് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഉണ്ട്, ഓരോ ബാങ്കിനും ഇത്ര ലിമിറ്റ് വരെ ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ലിമിറ്റിൽ കൂടി പോയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ അസറ്റ്സ്, ആ സൊസൈറ്റിയിൽ എന്തൊക്കെ അസറ്റ്സ് ആണുള്ളത്. ഇനി ഓരോ സൊസൈറ്റീസിലും ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് ഓഡിറ്റർ നടത്തേണ്ടത്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് വേണം ഓഡിറ്റിങ്ങിനായിട്ട് നടത്താനുള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെ അത് ചെയ്യണം. പിന്നെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ പ്രൊഫോമ ഗിവൺ ബൈ ദ ചീഫ് ഓഡിറ്റർ ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ്. പ്രൊഫോമ മീൻസ് ഫോർമാറ്റ് അനുസരിച്ചാണ് ഈ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പം നോൺ മെമ്പർക്ക് കൊടുത്തിട്ടുണ്ടോ നോക്കണം. നോൺ മെമ്പർക്ക് ലോണ് രജിസ്ട്രാറിൻ്റെ പെർമിഷൻ ഇല്ലാതെ കൊടുത്തിട്ടുണ്ടോ നോക്കണം. പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിൽ കൂടിപ്പോയിട്ടുണ്ടോ നോക്കണം. അസറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയണം.
ഓരോ ഓഡിറ്റിനും ഓരോ സൊസൈറ്റിയുടെ ഓഡിറ്റിനും ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് ഓഡിറ്റർ ചെയ്യേണ്ടത്, ഓഡിറ്റർ അഡോപ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ പറഞ്ഞിരിക്കുന്ന പ്രൊഫോമ അനുസരിച്ച്, ദാറ്റ് മീൻസ് ഫോർമാറ്റ് അനുസരിച്ച് തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യും. ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ. ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിനും ഇൻകം ടാക്സ് ആക്ടിനും അനുസരിച്ച് വേണം ഈ അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുക. അതും ഉറപ്പ് വരുത്തണം. അത് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. അതെല്ലാം അതനുസരിച്ചാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഓൾ ദി അസറ്റ്സ്, എക്സ്പെൻസസ്, ഇൻകം, ക്യാഷ് ഇൻ ഹാൻഡ് ഷുഡ് ബി വൗച്ച്ഡ് ആൻഡ് വെരിഫൈഡ് അക്കോർഡിംഗ് സ്റ്റാൻഡേർഡ് അക്കൗണ്ടിംഗ് പ്രൊസീജിയർ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്തിരിക്കണം. ഇതെല്ലാം നോക്കി വേണം ഓഡിറ്റർ ഓഡിറ്റിങ് നടത്താൻ. ഈ പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടീസ് എല്ലാം ഓഡിറ്ററിൻ്റെയാണ്. അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് പഠിക്കുക. അടുത്ത സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. നമ്മൾ കോപ്പറേറ്റീവ് ഓഡിറ്റർ ചെയ്യുമ്പോഴത്തേന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? ഒന്നാമത്തേത് എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെറ്റ്സ്. ലോൺ പ്രൊവൈഡ് ചെയ്തിട്ട് കിട്ടാതെ എത്ര കിടപ്പുണ്ട്. രണ്ടാമത്തെ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ ഡെറ്റ്സ്, ഓവർ ഡ്യൂ ഡെറ്റ് കൂടാതെ തന്നെ ഇൻട്രസ്റ്റ് ലോണിന് അടച്ചുകൊണ്ടിരിക്കണം. ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കാതെ എത്ര കിടപ്പുണ്ട്, ഓവർ ഡ്യൂസ് ആയിട്ട് കിടപ്പുണ്ട്. അതുപോലെ തന്നെ അസറ്റ്സും ലയബിലിറ്റീസും വാല്യൂ ചെയ്യണം ഓഡിറ്റർ. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് അനുസൃതമായിട്ടാണോ ആ സൊസൈറ്റി വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം നോക്കുക. അത് ഓഡിറ്റർ ചെയ്യേണ്ടതാണ്. ഇനി സർട്ടിഫിക്കേഷൻ ഓഫ് ബാഡ് ഡെറ്റ്സ്. ഓരോ സൊസൈറ്റീസിനും ബാഡ് ഡെറ്റ്സ് ഉണ്ടാകും. ഈ ബാഡ് ഡെറ്റ്സ് എത്രത്തോളം ഉണ്ടെന്ന് ഓഡിറ്റർ സർട്ടിഫൈ ചെയ്തിരിക്കണം. ആരാണോ ഓഡിറ്റ് ചെയ്യുന്നത് അവരത് സർട്ടിഫൈ ചെയ്തിരിക്കണം. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്സ് ആൻഡ് റൂൾസ്. ഓരോ സൊസൈറ്റിയുടെയും ആക്ട്സും റൂൾസും എല്ലാം ആ കൺസേൺഡ് ഏത് ഓഡിറ്ററാണോ ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റി ചെല്ലുന്നത് അവരുടെ പ്രൊവിഷൻസും ആക്ട്സും റൂൾസും എല്ലാം വെരിഫൈ ചെയ്യണം. പിന്നെ മെമ്പേഴ്സിൻ്റെ രജിസ്റ്റർ, എത്ര മെമ്പേഴ്സാണ് അവിടെ ഉള്ളത്, അതുപോലെ തന്നെ അവരുടെ പാസ്ബുക്ക് വെരിഫൈ ചെയ്യണം. അതും ഓഡിറ്റർ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ്. ഇനി സ്പെഷ്യൽ റിപ്പോർട്ട് ടു ദ രജിസ്ട്രാർ. ഇനി അതായത് ഓഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നതിനനുസരിച്ച് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഓഡിറ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു ഫീച്ചറാണ്. ഇനി ഡിസ്കഷൻ ഓൺ ഓഡിറ്റ് ഡ്രാഫ്റ്റ്. ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം തന്നെ ആ സൊസൈറ്റിയിലെ മാനേജിങ് കമ്മിറ്റിയുമായിട്ട് ഒന്ന് ചർച്ച ചെയ്തതിന് ശേഷം അവിടെ കണ്ട ഇറഗുലാരിറ്റീസ്, അതായത് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ചെറിയ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആദ്യം അവരുമായിട്ടൊന്ന് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അത്രയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ഇനിയിപ്പം എക്സംഷൻ ഫ്രം ഓഡിറ്റ് ഫീസ്. ആർക്കൊക്കെയാണ് എക്സംഷൻസ് എന്ന് വെച്ചാൽ, എക്സംഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് ഇളവുകളാണ്. ഓഡിറ്റ് ഫീസിൽ ആർക്കൊക്കെയാണ് ഇളവുകൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്ന്, എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതായത് ഓൾ ഓർ മജോറിറ്റി ഓഫ് മെമ്പേഴ്സ് ആർ ഹരിജൻസ് ഓർ ഗിരിജൻസ് ഉൾപ്പെടുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതായത് ഭൂരിപക്ഷം പേരും ഹരിജനങ്ങളോ അല്ലെങ്കിൽ ഗിരിജനങ്ങളോ വരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസിനാണെങ്കിൽ അവർക്ക് ഓഡിറ്റ് ഫീസിലെ എക്സംഷൻസ് കൊടുക്കും, അതായത് കുറച്ച് ഇളവുകൾ കൊടുക്കും. അതുപോലെ തന്നെ ഫാമിംഗ് സൊസൈറ്റീസിനാണെങ്കിൽ കൊടുക്കും. അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസാണ് അവരുടെ എയിമെങ്കിൽ അവർക്ക് കൊടുക്കും. പിന്നെ ചില സൊസൈറ്റീസ് ഉണ്ട് അവരുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്ന അവരുടെ തന്നെ എക്സ്പെൻസസിലാണ്, അപ്പോൾ അവർക്കും എക്സംഷൻ ഉണ്ട്. ഇനി എനി ക്രെഡിറ്റ് സൊസൈറ്റി അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ നോട്ട് എക്സീഡ് ₹2000, 2000 രൂപ കൂടുതൽ പോകുന്നില്ല, ആ ലിമിറ്റ് വരെ ഉള്ളൂ അവരുടെ വർക്കിംഗ് ക്യാപിറ്റലെങ്കിൽ അവർക്ക് എക്സംഷൻ ഉണ്ട്. അതുപോലെ തന്നെ സെയിൽസ് അല്ലെങ്കിൽ ഗ്രോസ് ആനുവൽ ഇൻകം 10,000-ന് താഴെ നിൽക്കുകയാണെങ്കിൽ അവർക്കും എക്സംഷൻ ഉണ്ട്. അതുപോലെ തന്നെ കൊയർ സൊസൈറ്റീസിന് എക്സംഷൻ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ സൊസൈറ്റീസിനും എക്സംഷൻ ഉണ്ട്. ഏത് സാഹചര്യത്തിലും ഫസ്റ്റ് ഇയർ ഓഫ് ഓഡിറ്റിൽ അവർക്ക് എക്സംഷൻസ് കൊടുക്കുക. അതായത് സൊസൈറ്റി കമൻസ് ചെയ്തിട്ട് ആദ്യമായിട്ട് നടത്തുന്ന ഓഡിറ്റ് അവർക്ക് കുറച്ച് എക്സംഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി ചില സൊസൈറ്റീസ് ഉണ്ട് അവർക്ക് എക്സംഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതർ സൊസൈറ്റീസ് നീഡ് നോട്ട് പേ ഓഡിറ്റ് ഫീസ് പേ ചെയ്യേണ്ട അണ്ടിൽ ദേ കംപ്ലീറ്റഡ് 6th ഇയർ ആഫ്റ്റർ കമൻസ്മെൻറ്റ് ഓഫ് 6th ഇയർ തുടങ്ങുന്നവരെ, അതായത് 5 വർഷം വരെ അവർക്ക് ഈ ഓഡിറ്റ് ഫീ ഒന്നും അടയ്ക്കേണ്ട.
5 വർഷത്തിന് ശേഷം 6ാമത്തെ വർഷം തുടങ്ങുമ്പോൾ മുതൽ ഓഡിറ്റ് ഫീസ് അടയ്ക്കണം. അത് ഒന്ന് വീവേഴ്സ് സൊസൈറ്റി ഉണ്ട്, ഹൗസിംഗ് സൊസൈറ്റി, പ്രൈമറി സൊസൈറ്റി ഫോംഡ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ഫിഷർമാൻ. ഇവർക്കൊക്കെയാണ് ആദ്യത്തെ 5 വർഷത്തേക്ക് ഓഡിറ്റ് ഫീസ് അടയ്ക്കേണ്ടാത്ത സാഹചര്യം ഉള്ളത്. ടുഡേയ്സ് അസൈൻമെൻറ്റ് ഈസ് ക്വാളിഫിക്കേഷൻസ് ഓഫ് ആൻ ഓഡിറ്റർ. താങ്ക് യു.